ഇന്ന് 40 വയസ്സ് കഴിഞ്ഞ് മൂത്തോളെ കെട്ടിച്ച പിന്നെ വാപ്പയും ഉമ്മയുടെയും വിചാരം ഞാൾ വയസ്സന്മാരായി എന്നാ. ആ വയസ്സന്മാരാന്നുള്ള ബോധത്തിൽ നടക്കുന്ന വാപ്പാരുമാരുണ്ട്. ഓൽ ഒരുമിച്ചൊരു വണ്ടിമ പോയാൽ തന്നെ മക്കൾ വയ്ക്കും ഇത്ര പ്രായമായിട്ടും പോയെന്ന്. 95 വയസ്സ് വരെ കമിതാക്കൾ തന്നെയാണ്. അള്ളാഹിൻ്റെ പ്രവാചകൻ 53 വയസ്സിലാ മുതൽ 63 വയസ്സ് വരെയാണ് ബാക്കിയുള്ള അഥവാ പ്രവാചകൻ്റെ കല്യാണം കഴിക്കുന്നത്. 53 വയസ്സിലാണ് ആയിഷ ബീവിനെ കെട്ടുന്നത്. 53 വയസ്സുള്ള ഒരാളെങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചോ. 13 വയസ്സ് 12 വയസ്സുള്ള ആയിഷ ബീവിയും. എന്നിട്ട് റസൂലു ഭാര്യ ആയിഷ ബീവി ഓട്ടമത്സരം നടത്തുക. ഇന്ന് അവനാൻ്റെ ഭാര്യൻ്റെ ഒപ്പരം മുണ്ടി പറയാൻ ചിലർക്ക് നേരല്ല. ഒരു കല്യാണം കൂടി കഴിഞ്ഞാൽ വാപ്പ അകത്ത് അല്ലെങ്കിൽ ഉമ്മ അകത്ത് വാപ്പ പുറത്ത് തണയൽ എന്ന കോല. ഓരോ സെക്കൻഡും ആസ്വദിക്കണം. മരിക്കുന്നവരെ നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, 68 വയസ്സുള്ള ഒരു വാപ്പയും ഉമ്മയും ഒളിച്ചോടിയെന്ന് പത്രക്കാരാഘോഷിച്ചു. കമിതാക്കൾ 68 വയസ്സുള്ള കമിതാക്കൾ. എന്താ കാരണം? അടിയിലേക്കാരും വായിച്ചില്ല. വാപ്പനെയും ഉമ്മനെയും മക്കൾ വേർതിരിക്കാൻ നോക്കിയതാ. മൂത്തോൻ പറഞ്ഞു വാപ്പനെ ഞാൻ നോക്കിക്കോളാം, ഇളയോട് പറഞ്ഞു ഉമ്മനെ ഞാനും കൊണ്ടുപോയിക്കോളാം. ഒരൊറ്റ രാത്രി നേരം പുലർത്താൻ രണ്ടാക്കും പറ്റിയില്ല. ഉറക്കം വരാതെ വാപ്പ തിരിച്ചും മറിച്ചും കിടന്നു. പിറ്റേന്ന് നേരം വെളുത്ത് മോൻ പോലും അറിയാണ്ട് വാപ്പ ഉള്ളതെടുത്ത് മോളെ വീട്ടിൽ വന്ന് ഉമ്മനെയും കൂട്ടി വിടുക, നാടുവിടുക. അതാ മനുഷ്യരെ സ്നേഹം. അല്ലാണ്ട് ഈ 5 അടി കട്ടുമ്മൽ 10ാം ക്ലാസ്സിൽ ഗെറ്റ് ടുഗദറിന് കിട്ടിയ നമ്പർമേൽ 1 മണി വരെ ചാറ്റ് ചെയ്ത് ജീവിക്കലല്ല ജീവിതം. അത് ലൈഫല്ല, അത് അഭിനയങ്ങളാ. പടച്ചോൻ തന്നതൊരു സെക്കൻഡാണെങ്കിലും ആസ്വദിച്ച് ജീവിക്കാൻ പറ്റണം. കാരണം കുടുംബത്തോളം സമാധാനം നൽകുന്ന വേറൊന്നുമില്ല. അപ്പോൾ ഒരു നല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ കെട്ടിയ പെണ്ണ് പറയണം വില. ഞാനിപ്പോൾ പറയണില്ല, നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഒരു 10 മിനിറ്റ് ഒരുമിച്ചിരിക്കുക, പിയാപ്പിളാരൊക്കെ ഉള്ളവർ ഒന്ന് കയ്യൊക്കെ കൊടുക്കുക. ഇതൊന്നും വലിയ കുറ്റമൊന്നുമല്ല. ആരാൻ്റെ കയ്യൊന്നല്ലല്ലോ, കെട്ടിയോളെ കയ്യൊക്കെ ഒന്ന് പിടിച്ചൊന്ന് കുലിക്കുക അല്ലേ. മരിച്ചടക്കുന്ന ഭാര്യക്ക് ഒന്ന് കയ്യെടുത്ത് സലാം പറയാം പിയാപ്പിളിനോട്. ഉമ്മ കൊടുക്കാനാ പറഞ്ഞത്. അപ്പം മൂപ്പർക്ക് ഒരു കുറവ്, മരിച്ച പെണ്ണിൻ്റെ മുഖത്ത് ഉമ്മ അങ്ങനെയാണ് കൊടുക്കാൻ. അപ്പോൾ മൂപ്പര് കയ്യൊന്ന് പിടിച്ച് സലാം പറഞ്ഞു എന്നാ. എന്നിട്ട് അകത്തേ കയറിയിട്ട് മക്കളോട് അറിയാം, മക്കളെ ഉമ്മൻ്റെ കയ്യിൻ്റെ അടിയിൽ നിറച്ചിങ്ങനെ കത്തിൻ്റെ അടയാളം കൊണ്ട് ഒരു ഒരണ്ട് ഇട്ടോന്ന്. മക്കൾ പറഞ്ഞു ഉമ്മക്ക് കഴിഞ്ഞാൽ 20 കൊല്ലമായിട്ട് കൈമൽ അതുണ്ട്. നമ്മളറിഞ്ഞിട്ടുണ്ടോ? നമ്മളൊന്ന് പിടിച്ചു നോക്കിക്കോ. നമ്മളൊന്ന് ആ കൈ പിടിച്ചിട്ട് ആ കയ്യിൻ്റെ ബലവും ക്ഷീണവും അറിഞ്ഞിട്ടുണ്ടോ? ആ കരുവാളിച്ചോയ പുക പിടിച്ച ആ വിരലിൻ്റെ ഭംഗിയില്ലായ്മ ആസ്വദിച്ചിട്ടുണ്ടോ? ഇതിനൊന്നും നേരം കിട്ടാത്തവനാണ് ദുനിയാവിൽ മുതലുണ്ടാക്കാൻ ഓടുന്നത്. അവസാനം വാരി മുതലും കിട്ടു കൊണ്ടുവരും, ഒരു സമാധാനവും ഇല്ലാണ്ട് ഖബറിലേക്ക് പോവുകയും ചെയ്യും. മുതലില്ലെങ്കിലും 10 ദിവസമെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റണം. അതുകൊണ്ടാ ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ തൻ്റെ കെട്ടിയ പെണ്ണിനോട് മര്യാദക്ക് വരാതെ. ഇനി ഏറ്റവും നല്ല പെണ്ണാരാ, ഭാര്യ ആരാ? ചില പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ടോ അല്ല ഭംഗിമല ആണുങ്ങൾ വിൽക്കാന്ന്. പൊട്ടത്തരാ. ഏതെങ്കിലും നിങ്ങൾ ഈ അണിഞ്ഞൊരുങ്ങലും ഭംഗിയും ഇപ്പോൾ പണ്ട് ഞാൻ പറയാറുണ്ട്. ഒരുത്തനൊരു രസം പറഞ്ഞും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ. പക്ഷെ ഒരു വിറ്റ് അതല്ല. ഓൻ പറഞ്ഞു ഞാനൊരു ഇരുനിറ. അപ്പം ഞാൻ ഇരുനിറുള്ള കുട്ടി എന്നെ ആയിക്കോട്ടെ എന്ന് കണ്ട് ഒരു കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ചതാ. നിക്കാഹ് വേദിന്ന് കഴിഞ്ഞു. പെണ്ണിനെല്ലാവരും കൂടിയും സ്റ്റേജ് മേലെ കൊണ്ട് ചാക്കി തന്നു. അപ്പോൾ കയറി വന്നപ്പോൾ ഞാൻ തന്നെ അമ്പരന്ന് പോയി. എന്താ? സദസ്സിലുള്ള മുഴുവൻ ആൾക്കാരും പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു, പടച്ചോൻ ഇത് പൊട്ടന് ലോട്ടറി അടിച്ചാണല്ലോ. കാരണം ഞാനാണ് ഓളാണ് വെളുത്തു തുടുത്തിട്ടൊരു സുന്ദരി. ഞാൻ കണ്ടപ്പോൾ അങ്ങനല്ല, ഇപ്പം അങ്ങനെയാണല്ലോ. പണ്ടൊക്കെ പുരക്കതിനും പുട്ടിയിടുക, അപ്പം പെണ്ണുങ്ങളെ മേത്താവ് പുട്ടിയിടുക, സർവ്വതും വെളുപ്പിച്ചു കൊണ്ടുവരും. അവസാനം പിറ്റേന്ന് രാവിലെ കുളിച്ചപ്പോൾ ഓൻ്റെ കൂട്ടുകാരെന്നെ പറഞ്ഞ പോലെ ഓളെ വീട്ടുകാരെന്നെ പറ്റിച്ചതാണ് എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലായിന്ന്. അപ്പം നമ്മൾ വിചാരിക്കേണ്ട നമ്മളെ ഈ തൊലിവെളുപ്പിലാണ് ഭംഗിയെന്ന് അല്ല. നിങ്ങളെ തൊലിവെളുപ്പും ഈ അണിഞ്ഞൊരുങ്ങലും ഈ ചുണ്ടത്തേക്കലും കണ്ണുമ പെരട്ടലൊക്കെ കണ്ടിട്ട് ഒരുത്തൻ നിങ്ങളെ നോക്കുന്നുണ്ടോ? പൊട്ടനാ. കാരണം പെണ്ണിൻ്റെ മൊഞ്ചോള മനസ്സിനാ, അതോളെ ഭർത്താവിനും കുടുംബത്തിനും അവകാശപ്പെട്ടതാ. നെഞ്ചും വിരിച്ച് കുടുംബം പോറ്റാൻ ഒരു പെണ്ണ് ഭർത്താവിൻ്റെ കൂടെ നിന്നാലുണ്ടല്ലോ, ദുനിയാവിലെ മുഴുവൻ മലക്കുകളും ഓളെ മുൻപിൽ നിൽക്കുന്ന, ഒക്കേണ്ടി റബ്ബിനോട് ദ്വാരക്കുന്ന. കാരണം ഫസ്വാലിഹാത്തു, നല്ല പെണ്ണെന്നാൽ കെട്ടിയോൻ്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവളാ, ഓൻ്റെ വരുമാനം മനസ്സിലാക്കുന്നവളാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനിപ്പം വരുന്നത് പയ്യോളിന്നാ. കാറിൻ്റെ ഉള്ളിൽ ഏസിട്ടിട്ട് എനിക്ക് നിൽക്കാൻ പറ്റണില്ല. എന്നിട്ടും റോഡിൻ്റെ സൈഡിൽ 60 ഉറുപ്പ്യൻ്റെ ഓറഞ്ച് ആയിട്ട് ഒരു പാവം വെയിലുള്ളുന്നുണ്ട്. 80 ഉറുപ്പ്യൻ്റെ പെട്ടി ബിരിയാണീൻ്റെ പാക്കറ്റ് കാണിച്ചിട്ട് പല ജംഗ്ഷനിലും പല ചെറുപ്പക്കാരും വിലപേശുന്നുണ്ട്, കാറിൻ്റെ നേരെ കൈ നീട്ടുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൻ്റെ മുൻപിൽ മുയലിൻ്റെ ഒരു കുപ്പായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുക. പരസ്യമാണോ അല്ലേ? ഓൻ്റെ കാലിൻ്റെ അടുത്തുള്ള VKC ചെരുപ്പുണ്ടപ്പോൾ മനസ്സിലായി ഏതോ ഒരു കുടുംബം പോറ്റാൻ വന്ന ഒരാണാണ്.
ഈ മരുഭൂമി കിടക്കുന്നതിനേക്കാളേറെ പൊട്ടുകൊള്ളുന്ന വെയിലത്ത് നേരം വെളുത്തിട്ടും മേലും കയ്യും വേദനയായിട്ടും നിങ്ങളോട് പരാതി പറയാതെ ഒരാള് പുറത്തിറങ്ങുന്ന എന്തിനാണെന്നറിയോ? മരങ്ങൾ പട്ടിണി കിടക്കാണ്ടിരിക്കാൻ, നിങ്ങൾ വയറ് നിറച്ച് തിന്നാൻ. നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്നൊരു ധൈര്യം ഉണ്ടല്ലോ, അത് നിങ്ങൾ ആണ് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാ. നിങ്ങൾ ഇപ്പോഴും കഴിച്ചതുണ്ടല്ലോ, ഒരാണ് വേർപ്പ് പറ്റിച്ചതാ. നിങ്ങളിപ്പോഴും ധരിക്കുന്നതുണ്ടല്ലോ, ഓരോന്നിൻ്റെ പവറിനനുസരിച്ചും അതൊരാണ് അവൻ്റെ നെഞ്ചിൻ്റെ ത്യാഗം കൊണ്ട് ഉരുകിക്കൊണ്ട് തന്നതാ. ആ ആണിനൊരു മനസ്സമാധാനം നാവുകൊണ്ടും സ്വഭാവം കൊണ്ടും കൊടുക്കാൻ പറ്റുന്നില്ലേ, പിന്നെന്ത് മൊഞ്ചുണ്ടായിട്ടെന്താ? എത്ര തേച്ചുമിനിക്ക് നടന്നിട്ട് എന്താ കാര്യം? ഏറ്റവും നല്ല പെണ്ണ് കെട്ടിയോൻ്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവളാ, ഓൻ്റെ ഇഷ്ടം അറിയുന്നവളാ. ഓനൽപ്പം റൊമാൻസൊക്കെ കുറയും, കാരണം ആണുങ്ങൾ കുടുംബം പോറ്റുന്നവർക്ക് അത്രയൊക്കെ ഉണ്ടാവും. നാളെ ഒരുത്തി പറഞ്ഞു മൂപ്പർക്ക് ഒരു റൊമാൻസും ഇല്ലാന്ന്. ഓനെന്താ പണിയെന്ന് ചോദിച്ചാൽ മസ്ദൂറ. ഈ നട്ടുച്ച നേരത്ത് പോസ്റ്റ്മേൽ വലിഞ്ഞു കയറി ലൈനും കെട്ടി ജീവൻ പണയം വെച്ച് തിരിച്ചിറങ്ങി കയ്യും കാലും തോലും ഈ പൊരേന്ന് ഒരു പാട്ട വെള്ളം മേലെ വീഴുമ്പോൾ മേലൊട്ടാകെ ഒരു എരിയലാവസ്ഥാതെ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്ത് റൊമാൻറ്റിക് വരാനാ? ഓനാ നെഞ്ചുരുകിയതും തൊലിഞ്ഞതും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാ, മക്കൾക്ക് വേണ്ടിയാ, നാട്ടുകാരെ മുൻപിൽ നിങ്ങൾ അപമാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ, വേറൊരുത്തൻ്റെ മുൻപിൽ കൈ നീട്ടി പോവാതിരിക്കാൻ വേണ്ടിയാ. ആ ആണിനൊരു സ്വസ്ഥത കൊടുക്കാൻ പറ്റിയിട്ടില്ലേ, പിന്നെ ആരെ മുൻപിൽ അങ്ങക്ക് വേഷം കെട്ടാനുള്ളത്? എന്തു പുണ്യ ദുനിയാവുന്ന ആ ഭാര്യയൊക്കെ കൊണ്ടുപോകാനുള്ളത്? അള്ളാൻ്റെ റസൂലുള്ളാൻ്റെ ഭാര്യനെ നോക്കൂ, ആയിഷാ ബീവി. റസൂലുള്ള മരിക്കാൻ കിടക്കുമ്പം സെക്കൻഡ് വ്യത്യാസത്തിൽ മരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് ആയിഷാ ബീവി പല്ലേപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ പല്ല് തേച്ച് തീരുമ്പോൾ റസൂൽ ആയിഷാ ബീവിനെ നോക്കി ചിരിക്കുന്നുണ്ട്, എന്തോ സന്തോഷം കൊണ്ട്. കാരണം ആയിഷാ ബീവിക്കറിയാം റസൂലിന് പല്ലേക്കാൻ ഭയങ്കര ഇഷ്ടം ഇടയ്ക്കിടക്ക്. അതുകൊണ്ട് റസൂൽ ഇങ്ങനെ ശ്വാസം മുട്ടി ഇങ്ങനെ ശ്വാസം നിലയ്ക്കുന്ന സെക്കൻഡ് മുൻപ് റസൂലുള്ളാൻ്റെ പല്ലേപ്പിച്ചു കൊടുക്കും 3 തവണ. എന്നിട്ട് റസൂലിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ചോദിക്കും, നബിയേ നിങ്ങൾ എന്നിൽ തൃപ്തയല്ലേ റസൂലേ? അള്ളാൻ്റെ റസൂൽ ആയിഷാൻ്റെ കൈ പിടിച്ചിട്ട് പറയും, ആയിഷ അള്ളാൻ്റെ സ്വർഗത്തിൽ വെച്ച് കാണാം. ആലോചിച്ചു നോക്കൂ, അതാ പുണ്യം. അല്ലാണ്ട് നാട്ടിലെ കുറേ ആണുങ്ങൾ നമ്മൾ ഓള് ഭയങ്കര ഭംഗിയാട്ടോ, ഓളെന്ത് രസാട്ടോ, ഓൻ്റെ ഭാഗ്യാട്ടോ എന്നൊക്കെ നാട്ടുകാർ പറയാനേ ഉണ്ടാവും. ഒരൊറ്റ മലക്ക് തിരിഞ്ഞു നോക്കൂല. അള്ളാൻ്റെ ഒരു സമാധാനവും ആ കുടുംബത്തിലേക്ക് അള്ള തരികയില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ നല്ലോണം മിനുക്കുന്നോള് എന്നല്ല, ഭർത്താവിൻ്റെ നാട്ടുകാരുടെ ഇടയിൽ വില വേണമെന്നില്ല. കെട്ടിയോൻ പറയണം ഓളിൻ്റെ ഒരു സൗഭാഗ്യനും, അവളിൻ്റെ വലിയൊരു സമാധാനമായിരുന്നു, ഓള് കാരണമാണ് ഞാൻ മാറിയേ, ഓള് കാരണമാണ് എനിക്കൊരു സ്വസ്ഥത കിട്ടിയത്. അതാ മനുഷ്യരെ ജീവിതം, അതാ പ്രണയം. ആ പരസ്പര പ്രണയത്തിനാണ് ഇസ്ലാം പ്രാധാന്യം പറഞ്ഞത്. അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കി നിങ്ങൾ. ജീവിതം ഓരോ സെക്കൻഡും കുടുംബത്തിൽ സമയം പോരാന്ന് തോന്നും. പിന്നെ ടി വിക്കൊന്നും ഒരു ഘടകം ഉണ്ടാവില്ല, ഫോണിനൊന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ. അടുക്കളയിൽ കയറി ഭാര്യൻ്റെ ഒപ്പം സമയം ചിലവാക്കുന്ന ഭർത്താവ്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ 2 ആൾ ഒരുമിച്ചിരുന്ന് പണ്ടുകാല കഥകൾ പറഞ്ഞ് കുടുംബത്തിലെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഭർത്താവ്. അങ്ങനെ അതാ കുടുംബം. അല്ലാണ്ട് കുറേ സമ്പാദിച്ച് ആരൊക്കെയോ വെട്ടിപ്പിടിച്ച് കുറേ ഈഗോ കാണിച്ച് എന്തൊക്കെയോ നേരം വെളുത്ത് തിന്നുണ്ടാക്കി കിടന്നുറങ്ങണ്. സമാധാനം ഉണ്ടോ? ഇല്ല. സ്വസ്ഥത ഉണ്ടോ? ഇല്ല. പിന്നെ എന്തേ ഉള്ളു? പൊരണ്ട്, വാഹനമുണ്ട്, തിന്നാനും ഉടുക്കാനും ഉണ്ട്, അടിച്ചു പൊളിയാക്കാനും ഉണ്ട്. ജീവിതം ഉണ്ടാവില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. അത് ആസ്വദിച്ച് ജീവിക്കുക, അതേറ്റവും നല്ല സ്നേഹത്തോടെ പങ്കുവെക്കുക. അങ്ങനെ പരസ്പരം കൂട്ടുചേർന്ന് ഇണങ്ങി സന്തോഷത്തോടു കൂടി റബ്ബിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.